Hello students, today we are discussing the topic amalgamation. What is meant by amalgamation? Amalgamation refers to the formation of a new company to purchase two or more existing companies which go into liquidation. It is the merger of two or more existing companies into a single new company. In amalgamation, two or more companies go into liquidation and a new company comes into existence. സോ അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ കമ്പനീസ് ലിക്വിഡേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് ഒരു പുതിയ ഒരു സിംഗിൾ കമ്പനിയായി മാറുന്ന ആ പ്രോസസ്സാണ്. നെക്സ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14, ദാറ്റ് ഈസ് അക്കൗണ്ടിങ് ഫോർ അമാൽഗമേഷൻ. അമാൽഗമേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് AS14 എന്ന് പറയുന്നത്. ദി AS14 issued in October 1994 deals with accounting for amalgamation and the treatment of any goodwill or reserve. This standard is applicable in respect of accounting periods commencing on or after 1st April 1995 and is mandatory in nature. സോ 1995 ഏപ്രിൽ 1 ശേഷം ഈ അമാൽഗമേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14 പറഞ്ഞതനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. നെക്സ്റ്റ് അമാൽഗമേഷനുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ടേംസ് ആണ് ട്രാൻസ്ഫറർ കമ്പനി ആൻഡ് ട്രാൻസ്ഫറി കമ്പനി. ട്രാൻസ്ഫറർ കമ്പനി മീൻസ് ദിസ് ഈസ് ദി കമ്പനി വിച്ച് ഈസ് അമാൽഗമേറ്റഡ് ഇൻ ടു അനദർ കമ്പനി. ദിസ് ഈസ് ഇൻ ദി നേച്ചർ ഓഫ് വെൻഡർ ഓർ സെല്ലിംഗ് കമ്പനി. സോ ഒരു കമ്പനി മറ്റൊരു കമ്പനിയിലേക്ക് അമാൽഗമേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനീനെയാണ് നമ്മൾ ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടൊരു സെല്ലിംഗ് കമ്പനീനെ പോലെ ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ട്രാൻസ്ഫറി കമ്പനി, ദിസ് ഈസ് ദി കമ്പനി ഇൻ ടു വിച്ച് എ ട്രാൻസ്ഫറർ കമ്പനി ഈസ് അമാൽഗമേറ്റഡ്. ആ ട്രാൻസ്ഫറർ കമ്പനി ഏത് കമ്പനിയിലേക്കാണോ അമാൽഗമേറ്റ് ചെയ്യപ്പെടുന്നത് ആ കമ്പനീനെയാണ് ട്രാൻസ്ഫറി കമ്പനി എന്ന് പറയുന്നത്. ദിസ് ഈസ് ഇൻ ദി നേച്ചർ ഓഫ് പർച്ചേസിങ് കമ്പനി. സോ ഒരു അമാൽഗമേഷനിൽ അവിടെ ട്രാൻസ്ഫറർ കമ്പനിയും ട്രാൻസ്ഫറി കമ്പനി ഉണ്ടാവും. ആ ട്രാൻസ്ഫർ കമ്പനി ചിലപ്പോൾ ഒന്നിലധികം ഉണ്ടാവാം, പക്ഷെ ഒരു ട്രാൻസ്ഫറി കമ്പനി മാത്രമായിരിക്കും അതിലുണ്ടാവുക. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് അമാൽഗമേഷൻ. ദർ ഈസ് two types of amalgamation, that is amalgamation in the nature of merger and amalgamation in the nature of purchase. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് amalgamation in the nature of merger. An amalgamation is classified as amalgamation in the nature of merger when all of the following 5 conditions are satisfied. അപ്പോൾ താഴെ തന്നിരിക്കുന്ന 5 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അമാൽഗമേഷൻ ഇൻ ദി നേച്ചർ ഓഫ് മേർജർ ആയിട്ട് ആ ഒരു അമാൽഗമേഷനെ കൺസിഡർ ചെയ്യുള്ളൂ. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓൾ ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദി ട്രാൻസ്ഫർ കമ്പനി ബിക്കം ആഫ്റ്റർ അമാൽഗമേഷൻ ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദി ട്രാൻസ്ഫറി കമ്പനി. സോ ട്രാൻസ്ഫർ കമ്പനീൻ്റെ എല്ലാ അസറ്റും ലയബിലിറ്റീസും അമാൽഗമേഷന് ശേഷം അത് ട്രാൻസ്ഫറി കമ്പനിയുടെ ആയിട്ട് മാറണം. ദെൻ സെക്കൻഡ് വൺ, shareholders holding not less than 90% of the face value of the equity shares of the transfer company should become the shareholders of the transferee company. അപ്പോൾ ട്രാൻസ്ഫർ കമ്പനീൻ്റെ 90% ഷെയർ ഹോൾഡേഴ്സും ട്രാൻസ്ഫറി കമ്പനീൻ്റെ ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറണം. ആൻഡ് തേർഡ് വൺ, ദി കൺസിഡറേഷൻ പേയബിൾ ടു എബവ് മെൻഷൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഷുഡ് ബി ഡിസ്ചാർജ്ഡ് ബൈ ദി ട്രാൻസ്ഫറി കമ്പനി ബൈ ദി ഇഷ്യൂ ഓഫ് ദി equity shares and cash can be payable in respect of fractional shares. സോ അതിൻ്റെ കൺസിഡറേഷൻ, അമാൽഗമേഷന് കൺസിഡറേഷൻ കൊടുക്കും, അതിനെക്കുറിച്ച് നെക്സ്റ്റ് പഠിക്കുന്നുണ്ട്. സോ അങ്ങനെ കൊടുക്കുന്ന കൺസിഡറേഷൻ നേരത്തെ പറഞ്ഞ 90% ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഇക്വിറ്റി ഷെയർസ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. അവിടെ കൺസിഡറേഷൻ ഇക്വിറ്റി ഷെയർസ് ആയിട്ടാണ് അവർക്ക് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ബാക്കി എന്തെങ്കിലും ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ അത് ക്യാഷ് ആയിട്ടും കൊടുക്കാം. ദെൻ ഫോർത്ത് വൺ പറയുന്നത് ദി ബിസിനസ് ഓഫ് ദി ട്രാൻസ്ഫർ കമ്പനി ഓർ കമ്പനീസ് ഈസ് ഇൻറ്റൻഡഡ് ടു ബി ക്യാരിഡ് ഓൺ ബൈ ദി ട്രാൻസ്ഫറേ കമ്പനി. സോ ട്രാൻസ്ഫർ കമ്പനി ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് അതെന്താണോ അത് ട്രാൻസ്ഫറേ കമ്പനി വീണ്ടും ക്യാരിഡ് ഓൺ ചെയ്യണം. ദെൻ ലാസ്റ്റ് വൺ പറയുന്നത് നോ അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു ബി മെയ്ഡ് ടു ദി ബുക്ക് വാല്യൂസ് ഓഫ് ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദി ട്രാൻസ്ഫർ കമ്പനി വെൻ ദേ ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ദി ട്രാൻസ്ഫറേ കമ്പനി എക്സെപ്റ്റ് to ensure uniformity of accounting policies. സോ അസറ്റിൻ്റെ ലയബിലിറ്റീസിൻ്റെയും ബുക്ക് വാല്യൂവിൽ യാതൊരു ചേഞ്ചും വരുത്താൻ പാടില്ല. നമുക്ക് വേണമെങ്കിൽ അക്കൗണ്ടിങ് പോളിസീസ് എല്ലാം അതിലൊക്കെ ഒരു യൂണിഫോമിറ്റി ഉണ്ടോ എന്ന് എൻഷുർ ചെയ്യാം, പക്ഷേ ബുക്ക് വാല്യൂവിൽ യാതൊരു ചേഞ്ചും വരുത്താൻ പാടില്ല. സോ ഈ ഒരു 5 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇറ്റ് ഈസ് അമാൽഗമേഷൻ ഇൻ ദി നേച്ചർ ഓഫ് മെർജർ എന്ന് പറയാനായിട്ട് പറ്റും. സെക്കൻഡ് വൺ ഈസ് അമാൽഗമേഷൻ ഇൻ ദി നേച്ചർ ഓഫ് പർച്ചേസ്. This method is considered when the conditions for amalgamation in the nature of merger are not satisfied.
Through this method, one company is acquired by another and thereby the shareholders of the company which is acquired normally do not continue to have proportionate share in the equity of the combined company or the business of the company which is acquired is generally not intended to be continued. സോ അമാൽഗമേഷൻ ദി നേച്ചർ ഓഫ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നേരത്തെ പറഞ്ഞ കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് അമാൽഗമേഷൻ ഇൻ ദി നേച്ചർ ഓഫ് പർച്ചേസ് എന്ന് പറയാനായിട്ട് പറ്റും. അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന പ്രത്യേക സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുതിയ കമ്പനിയിലെ പഴയ കമ്പനിയിലത്തെ എല്ലാവർക്കും ഒന്നും ഷെയർ ഉണ്ടാവില്ല, ഇക്വിറ്റി ഷെയറിൻ്റെ പ്രൊപ്പോർഷൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ആ ഒരു ബിസിനസ്, പഴയ കമ്പനി ചെയ്ത ആ ബിസിനസ് പുതിയ കമ്പനിക്ക് ക്യാരി ഡൗൺ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. അങ്ങനത്തെ കേസിലാണ് പ്രധാനമായിട്ടും അമാൽഗമേഷൻ ഇൻ ദി നേച്ചർ ഓഫ് പർച്ചേസ് നടക്കുന്നത്. നെക്സ്റ്റ്, പർച്ചേസ് കൺസിഡറേഷൻ. ദി കൺസിഡറേഷൻ പേയബിൾ ടു ദി ട്രാൻസ്ഫർ കമ്പനി ഫോർ ദി ബിസിനസ് അക്വയർഡ് ഈസ് കോൾഡ് പർച്ചേസ് കൺസിഡറേഷൻ. ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ആസ് പെർ ദി എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദി കമ്പനീസ്. സോ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ട്രാൻസ്ഫർ കമ്പനിയുടെ ബിസിനസ് അക്വയർഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടൊരു കൺസിഡറേഷൻ, ഒരു എമൗണ്ട് കൊടുക്കണം. ആ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് പർച്ചേസ് കൺസിഡറേഷൻ. അത് ആ രണ്ട് കമ്പനീസ് തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിലായിരിക്കും അത് പറയുന്നത്. According to Accounting Standard 14, consideration for amalgamation means the aggregate of shares and other securities issued and the payment made in the form of cash or other assets by the transferring company to the shareholders of the transferor company. So, ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14 അനുസരിച്ചിട്ട് അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ഷെയർസ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെക്യൂരിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ ഏതെങ്കിലും അസറ്റൊക്കെ ആയിട്ടോ കൊടുക്കുന്ന ആ ഒരു എമൗണ്ടിനെയാണ് പർച്ചേസ് കൺസിഡറേഷൻ ഓർ കൺസിഡറേഷൻ ഫോർ അമാൽഗമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മെത്തേഡ്സ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ. പർച്ചേസ് കൺസിഡറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പ്രധാനമായിട്ടും 4 മെത്തേഡ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ലംസം മെത്തേഡ്. ദി പർച്ചേസിംഗ് കമ്പനി മേ എഗ്രി ടു പേ ലംസം to the vendor company on account of the purchase of its business. In fact, this method is not based on any scientific thoughts and techniques. This method is unscientific and non-mathematical method of ascertaining purchase consideration. സോ ലംസം മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ലംസം എമൗണ്ട് എത്രയാണോ അതായിരിക്കും ആ ട്രാൻസ്ഫർ കമ്പനിക്ക് പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കുന്നത്. അതൊരു സയൻറ്റിഫിക് കാൽക്കുലേഷൻ ഒന്നും ബേസ് ചെയ്തിട്ടല്ല, ജസ്റ്റ് അൺസയൻറ്റിഫിക് ആയിട്ടൊരു എമൗണ്ട് ഫിക്സ് ചെയ്യുന്നു. എക്സാമ്പിൾ, എ പർച്ചേസിംഗ് കമ്പനി എഗ്രീഡ് ടു ടേക്ക് ഓവർ എ ബിസിനസ് ഓഫ് സെല്ലിംഗ് കമ്പനി ഫോർ ₹5 lakh. ഇൻ സച്ച് കേസ് പർച്ചേസ് കൺസിഡറേഷൻ ഈസ് ₹5 lakh. സോ നോ കാൽക്കുലേഷൻ ആർ നീഡഡ്. സോ ജസ്റ്റ് ഒരു 5 lakh ആ ബിസിനസ് ടേക്ക് ഓവർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ വെൻഡിങ് കമ്പനിക്ക് കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് 5 lakh ആണ്. സോ ഒരു ലംസമായിട്ടൊരു നിശ്ചിത തുക ആ ട്രാൻസ്ഫർ കമ്പനിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡിനെയാണ് ലംസം മെത്തേഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് നെറ്റ് വർത്ത് ഓർ നെറ്റ് അസറ്റ്സ് മെത്തേഡ്. Under this method, purchase consideration is calculated by adding up the values of various assets taken over by the purchasing company and then deducting from the values of various liabilities taken over the purchasing company. സോ നെറ്റ് വർത്ത് മെത്തേഡോ നെറ്റ് അസറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു ടേക്ക് ഓവറിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ അമാൽഗമേഷൻ്റെ ടൈമിൽ ആ പർച്ചേസിങ് കമ്പനി ഏതൊക്കെ അസറ്റും ഏതൊക്കെ ലയബിലിറ്റീസും ആണ് എടുക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നെറ്റ് അസറ്റ് മെത്തേഡിൽ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ എഗ്രീഡ് വാല്യൂ ഓഫ് അസറ്റ്സ് ടേക്കൺ ഓവർ മൈനസ് എഗ്രീഡ് വാല്യൂ ഓഫ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ ഈസ് ഈക്വൽ ടു നെറ്റ് അസറ്റ്. സോ ഇവിടെ നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അസറ്റ് ഏത് വാല്യൂവിലാണ് എഗ്രി ചെയ്യുന്നത്, ഏത് വാല്യൂവിലാണ് അവർ എടുക്കുന്നത്. ഇപ്പോൾ 2 ലക്ഷം രൂപയുടെ അസറ്റ് ചിലപ്പോൾ 2,20,000 എടുക്കാം, അല്ലെങ്കിൽ ഒരു 1,50,000 എടുക്കാം. അങ്ങനെ ഏത് വാല്യൂവിനാണ് അവർ ആ അസറ്റ് എടുക്കുന്നത്, അതുപോലെ തന്നെ ആ ലയബിലിറ്റീസും ഏത് വാല്യൂവിനാണ് അവർ ലയബിലിറ്റീസ് എടുക്കുന്നത്, ഏതൊക്കെ ലയബിലിറ്റീസാണ് എടുക്കുന്നത്, അത് രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ എഗ്രീഡ് വാല്യൂ ഓഫ് അസറ്റിൽ നിന്ന് എഗ്രീഡ് വാല്യൂ ഓഫ് ലയബിലിറ്റീസ് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് അസറ്റ് കിട്ടും. ആ ഒരു എമൗണ്ട് ആയിരിക്കും പർച്ചേസ് കൺസിഡറേഷനായിട്ട് ഈ നെറ്റ് അസറ്റ് മെത്തേഡ് അനുസരിച്ചിട്ട് ട്രാൻസ്ഫറി കമ്പനി കൊടുക്കുന്നത്.
Third one is net payment method. As per Accounting Standard 14, purchase consideration is mainly based on the net payment method. Under this method, purchase consideration is calculated by adding all the payments which the transferee company agrees to make in the form of shares, securities and cash to the shareholders of the transferor company. സോ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എത്രയാണ് ആ ട്രാൻസ്ഫർ കമ്പനിക്ക് പേയ്മെൻ്റ് ആയിട്ട് ഷെയർസിൻ്റെ ഫോമുലോ അല്ലെങ്കിൽ സെക്യൂരിറ്റീസോ ആയിട്ടോ അല്ലെങ്കിൽ ക്യാഷോ ആയിട്ടോ കൊടുക്കുന്നത്. അതിനെയാണ് നമ്മൾ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് അനുസരിച്ചിട്ടുള്ള പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. Last one is shares exchange method. Sometimes the purchase consideration is ascertained on the basis of the ratio in which the shares of the transferee company to be exchanged for the shares of the transfer company. The exchange ratio is generally based on the intrinsic value of each company's share. This method of calculating purchase consideration is also known as intrinsic value method. So shares exchange method എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവരുടെ ആ റേഷ്യോ ഓഫ് ഷെയർസ് അനുസരിച്ചിട്ടാണ്. അതായത് ട്രാൻസ്ഫറി കമ്പനിയുടെ എത്ര ഷെയർസ് ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ ട്രാൻസ്ഫർ കമ്പനിയിൽ 90% ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് മിക്കവാറും അമാൽഗമേഷൻ ഇൻ ദി നേച്ചർ ഓഫ് മെർജർ ആണെങ്കിൽ ട്രാൻസ്ഫറി കമ്പനിയിലും ഷെയർസ് ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു റേഷ്യോ എങ്ങനെയാണ് അതനുസരിച്ചിട്ടാണ് പർച്ചേസ് കൺസിഡറേഷൻ ഡിസൈഡ് ചെയ്യുന്നത്. ആ ഒരു ഷെയർസിൻ്റെ ഇൻട്രൻസിക് വാല്യൂ ആണ് ഇതിന് എടുക്കുന്നത്. അവിടെ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻട്രൻസിക് വാല്യൂ ഈസ് ഈക്വൽ ടു നെറ്റ് അസറ്റ് മൈനസ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. നെറ്റ് അസറ്റിൽ നിന്ന് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രൻസിക് വാല്യൂ കിട്ടും. ഫോർ എക്സാമ്പിൾ ആയിട്ട് 1 lakh നെറ്റ് അസറ്റ് ഉണ്ട്. അത് അവിടെയുള്ള ഷെയർസ് 10,000 ആണെങ്കിൽ 1 lakh ബൈ 10,000 എന്ന് പറഞ്ഞാൽ 10 rupees ആണ് അവിടെ ഇൻട്രൻസിക് വാല്യൂ ഷെയർസ്. അപ്പോൾ രണ്ട് കമ്പനിയുടെ ഇൻട്രൻസിക് വാല്യൂ ഷെയർസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടാണ് അവിടെ എത്രയാണ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് കണ്ടുപിടിക്കുന്നത്. ഫ്രാക്ഷണൽ ഷെയർസ്. Sometimes owing to certain ratio in which shares are to be given, it is not possible to find the whole number of shares. Any fraction of shares is arrived at in the absence of any agreement is always settled in cash at market value. സോ നേരത്തെ പറഞ്ഞ ഇൻട്രൻസിക് വാല്യൂ മെത്തേഡ് അനുസരിച്ചിട്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഷെയർസ് ഫ്രാക്ഷൻ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്ന ടൈമിൽ അങ്ങനെ ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. സോ ആ ഫ്രാക്ഷൻ വരുന്ന ആ ഒരു ഭാഗത്തിൻ്റെ മാത്രം എമൗണ്ട് എഗ്രിമെൻറ്റിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എങ്കിൽ മാർക്കറ്റ് വാല്യൂവിൽ ആ ഷെയറിൻ്റെ വാല്യൂ എത്രയാണോ അതനുസരിച്ചിട്ട് ക്യാഷിൽ തന്നെ സെറ്റിൽ ചെയ്യും.